ഇന്നിപ്പോൾ നമുക്ക് രാവിലത്തെ ചായ പലഹാര വിശേഷങ്ങളാണ്. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയ്ക്കാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിന്ന് ഇഡ്ഡലിയും പിന്നെ വട നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ചട്നി, ഇഡ്ഡലി വട ചട്നി, അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ മ്യൂസിക് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം ഒന്നിങ്ങനെ പുലർന്ന് വെളിച്ചം വീണ് വന്നു. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് രാവിലത്തെ എൻ്റെ പതിവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലായി. പൂച്ച രാവിലത്തേക്ക് എണീറ്റ് ഇവിടെ ഉണ്ട്. രാവിലെ 1 മണിക്കൂർ നടത്തുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ജോഗിങ് ആയിരിക്കും ചില ദിവസങ്ങളിൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല റോട്ടിൽ. ഇങ്ങനെ നടന്ന് ഏകദേശം അങ്ങാടി എത്താനായി, ടൗൺ എത്താനായി. ഏതായാലും നടത്തം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്താനായി. നമുക്കേതായാലും രാവിലത്തെ നടത്തം കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് വെയിലെഴുകലോ കുളിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അതിന് പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് ചായ പലഹാരത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനേതായാലും വൃത്തിയാക്കി വന്നു. ഇനി നമുക്ക് ചായ പലഹാരത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നല്ല ചട്നി ആദ്യം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ ചട്നി നമുക്ക് പച്ചമുളക് ഒക്കെ അരച്ചിട്ടുള്ള ചട്നി, അപ്പോൾ അത് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വടേൻ്റെ പിന്നെ പ്രശ്നമില്ല. വടയൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു. അത് പിന്നെ ഞാൻ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ വരുന്ന വരവിൽ തന്നെ വടയും കൊണ്ടുവന്നാണ്. നമുക്ക് ഏതായാലും തേങ്ങ ചേർക്കാം ആദ്യം. പിന്നെ അതിലേക്കുള്ളത് പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇത് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. നല്ലൊരു തേങ്ങാ ചട്നി. പിന്നെ മോര്, തൈര് ഒക്കെ ചേർത്ത് ഞങ്ങൾ അരക്കലുണ്ട്. ഇന്നിപ്പോൾ അത് ഇല്ല, അതില്ലാതെയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഏതായാലും ചട്നി വറുത്തിടാം. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇന്ന് പിന്നെ അതും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളെ ചട്നി അതവിടെ ഉണ്ടാക്കി വെച്ചു. ഇനി ഇപ്പോൾ തലേ ദിവസം അരച്ച് വെച്ച മാവ് ഇഡ്ഡലിക്കുള്ള നമുക്ക് അതിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. എണ്ണയൊക്കെ പറ്റിയതാണ് നമ്മൾ തട്ടിൽ വെച്ചാൽ നമുക്ക് 6 12 ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കാനേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മാവ് എന്തായാലും ബാക്കി ഉണ്ടാവും. അത് പിന്നെ ഞങ്ങൾ വൈകിട്ടൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യൽ. ഏതായാലും നമുക്കിനി ഇഡ്ഡലി അത് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇഡ്ഡലി ആവിയൊക്കെ വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. ചായ ഇവിടെ അത് തിളച്ച് വരുന്നുണ്ട്. അമ്മയ്ക്ക് ഏതായാലും ചായ കൊടുക്കാം. പിന്നെ ഇഡ്ഡലി നമ്മൾ നല്ല പോലെ ഒക്കെ തണുത്ത് അതിൻ്റെ അടർത്തിയെടുക്കാം. പിന്നെ നല്ല അത്യാവശ്യം ഒരു വലിപ്പമുള്ളത് തന്നെയാണ്. ഇഡ്ഡലി കുറച്ച് വലിയ തട്ട് തന്നെയാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ ഒക്കെ കിട്ടുന്നുണ്ട്. അടർത്തി അങ്ങനെ ഉണ്ട് എടുക്കാം. ഇനി അമ്മയ്ക്ക് പിന്നെ ഒരു 4-5 അങ്ങനെ അതാണ് കണക്കമ്മേൻ്റെ. ഇപ്പോൾ ഏതായാലും 4 എണ്ണം. പിന്നെ നമ്മളെ ചട്ടണി, പിന്നെ ഉഴുന്നുവട. ഇത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത്. ഇടയ്ക്ക് അങ്ങനെ പതിവുണ്ട് ഞങ്ങൾക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ നമ്മളെ അതായത് ചായ പലഹാരം ഇഡ്ഡലി, ചട്നി, വടയും. ഇനി ഞാനും കഴിക്കട്ടെ. വടങ്ങ് ഇങ്ങനെ എടുത്ത് ചട്നിയിൽ മുക്കി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.